Welcome back to Mega Swarnamazha. Pearl team 7000 points. Coral team 9500 points. Ruby team 10500 points. Emerald team 10000 points. Diamond team 10500 points. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നപോലെ ഈ ഘട്ടത്തിന്റെ ഒടുവിൽ ഏറ്റവും കുറവ് പോയിന്റ്സ് ലഭിക്കുന്ന സംഘം മെഗാ സ്വർണ്ണമഴയിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴിവാക്കണം. പേൾ ടീമിനാണ് ഏറ്റവും കുറവ് പോയിന്റ്സ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പേൾ ടീമിന്റെ സംഘാംഗങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എന്തായാലും 15 ഗ്രാം സ്വർണം സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും പങ്കെടുക്കാന്നുള്ളതാണല്ലോ പ്രധാനം. നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. മെഗാ സ്വർണ്ണമഴയിൽ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. മുളൂട്ടി, കീർത്തന, താങ്ക് യു സോ മച്ച്. എന്തായാലും വന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. 15 ഗ്രാം സ്വർണ്ണം എടുത്തു. 5 വീതം എടുത്തോളൂ. മെഗാ സ്വർണ്ണമഴയുടെ 4ാം ഘട്ടം 4 സംഘങ്ങളോടൊപ്പം നിങ്ങളുടെ അഭിനയചാരുത മാറ്റുരയ്ക്കുന്ന ഒരു ഘട്ടമാണിത്. ഈ ഘട്ടത്തിൽ ആദ്യം മത്സരിക്കാൻ എത്തുന്നത് സംഘത്തിലെ കുട്ടികളാണ്. എന്റെ കയ്യിലുള്ള ഈ കാർഡുകളിൽ നിന്നും ഒരു പാട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. 1 മിനിറ്റിനകം ആ പാട്ട് എന്താന്ന് അഭിനയിച്ച് കുടുംബാംഗങ്ങൾക്ക് കാണിക്കണം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലൂ ചോദിക്കാം. ഈ കാർഡുകളിൽ ആ പാട്ടുകളിൽ അഭിനയിച്ചവരുടെ ചിത്രങ്ങളുണ്ട്. ക്ലൂ ചോദിച്ചാൽ മാത്രം ഇതെടുത്ത് കാണിച്ചു. ഓക്കെ, നമുക്ക് തുടങ്ങല്ലേ? ശരി, GK എല്ലാ കുട്ടികൾക്കും GK ലെവൽ വളരെ ഹൈ ആണെന്ന് എനിക്കറിയാം. ഇനി അഭിനയത്തിന്റെ കാര്യത്തിൽ ആരൊക്കെയാണ് ഏറ്റവും മുമ്പതിൽ നിൽക്കുന്നത് ഞാൻ നോക്കട്ടെ. സംഘത്തിലെ കുട്ടികൾ വന്നോളൂ. ആദ്യത്തെ ഊഴം കോറൽ ടീമിലെ ജിമ്മിനാണ്. വരൂ ജിം. ജിമ്മിൽ നിന്നൊരു കാർഡ് എടുക്കൂ. മനസ്സിലായല്ലോ അല്ലേ? ശരി, തുടങ്ങിക്കോളൂ. 1 മിനിറ്റ് ആണ് സമയം പറഞ്ഞിരിക്കുന്നത്. റെഡിയാണല്ലോ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പടമല്ല കാണിച്ചു. ഓമനപ്പുഴ കടപ്പുറത്ത് പാട്ട് പാടാൻ പാടില്ല, വേറെ എന്താണെങ്കിൽ കളിച്ചു. 30 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. സൂപ്പർ ഹിറ്റ് ഗാനാണ്. 50 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. 58, 59, 60. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്നാണ് മോന്റെ പപ്പ പറയുന്നത്. ശരിയാണോ മോനെ? അല്ല, മോൻ ഇവിടെ നിന്നിട്ട് ആ പാട്ടൊന്ന് പാടിയേ. പാട്ടുകാരാ? ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ടില്ലയോ? ലജ്ജാവതി, അതാണ് കാണിച്ചത്. ലജ്ജാവതിയെ കള്ളക്കടക്കണെന്ന് എന്ത് രസമായിട്ടാ പറഞ്ഞേ. ഓക്കെ, എനിവേസ് ഐ എം സോ സോറി മോനെ. എന്തായാലും പോയിന്റ്സ് ഒന്നും ലഭിക്കുന്നില്ല. ഇനി മുന്നോട്ടുള്ള റൗണ്ടുകളിൽ തീർച്ചയായിട്ടും പോയിന്റ്സ് സ്കോർ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് ജിം. അടുത്ത അവസരം റൂബി ടീമിലെ കൃഷ്ണജയ്ക്കാണ്. വരൂ കൃഷ്ണജ. റെഡിയാണോ? ശരി, പാട്ട് തിരഞ്ഞെടുത്തോളൂ. പാടാൻ മാത്രം ചുണ്ടുകൾ ഉപയോഗിക്കരുത്. അഭിനയിക്കാൻ ഉപയോഗിക്കാം. സംസാരിക്കരുത്. അയ്യോ, നാണമായിപ്പോയി. വേഗം 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 വേഗം. റെഡിയാണോ? പ്രിപ്പയർ ചെയ്തോ? റെഡിയാണോ? Your time starts now.
ചിത്രമാണ്? ഒന്നുകൂടെ അഭിനയിച്ച് കാണിച്ചോളൂ. 30 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. ഒന്നുകൂടെ അഭിനയിച്ച് കാണിച്ചോളൂ. സെക്കൻഡ് കഴിഞ്ഞിരിക്കണു. മോള് ചെയ്തോളൂ. അവർ ആലോചിച്ചോളൂ. മോള് ചെയ്തോളൂ. സെക്കൻഡ് കഴിഞ്ഞിരിക്കണു. 59. സോറി, പറയാൻ പറ്റിയിട്ടില്ല. ദിലീപിന്റെ ചിത്രമായിരുന്നു. മോള് തന്നെ പാടി കേൾപ്പിക്കും. സാറേ സാറേ സാമ്പാറ്. സാറേ സാറേ സാമ്പാറേ. അതാ പറഞ്ഞേ, സാറേ സാറേ സാമ്പാറേ. സാറിന്റെ വീട്ടിൽ കല്യാണം എന്നാ കാണിച്ച്. പ്ലീസ്. താങ്ക് യു കൃഷ്ണജ. അടുത്തത് എമറാൾഡ് ടീമിലെ മുനവർ ആണ്. വരൂ മുനവർ. എടുത്തോളൂ. മനസ്സിലായോ? സിനിമയിലെ പാട്ടാന്ന് മനസ്സിലായോ? ഏത് സിനിമയിലെ പാട്ടാന്ന് മനസ്സിലായല്ലോ? ചുണ്ട് സിബിട്ടോളൂ. കറങ്ങു. Your time starts now. വേഗം കാണിക്ക്. സമയമില്ല. ക്ലൂ ചോദിക്കാം. കൊണ്ടോളൂ. കാവ്യ മാധവൻ വിനീത്. ഫോട്ടോ കണ്ടല്ലോ. ഇനി മോൻ വേഗം കാണിക്കൂ. പാട്ട് ആലോചിച്ചിട്ട് കാണിക്കൂ വേഗം. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. കളഭം തരാം. ഉറക്കെ പറയൂ. എനിക്ക് കേൾക്കില്ല. കളഭം തരാം. ഭഗവാനൻ മനസ്സും തരാം. ആണോ? ഉത്തരം ശരിയാണ്. എവിടുന്ന് കാണിക്കുന്നു, അവിടുന്ന് സ്വകാര്യം പറയുന്നു. പാവം ആ കുട്ടി എന്ത് ടെൻഷൻ അടിക്കുന്നു. ഇത്തിരി ഉറക്കെ പറഞ്ഞ എത്ര ടെൻഷന്റെ വല്ല ആവശ്യമുണ്ടോ? കൺഗ്രാറ്റുലേഷൻസ് മോനെ, അസലായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അടുത്ത ഡയമണ്ട് ടീമിൽ നിന്ന് വീണയാണ്. വരൂ വീണ. കുട്ടി എടുത്തോളൂ. ആഹാ, എന്ത് എളുപ്പമുള്ള പാട്ടാ. പറയാൻ പാടില്ല. വാ വേഗം പൊത്തിപ്പിടിച്ചു. പറയാൻ പാടില്ല. കേറി നിന്നോളൂ. റെഡിയാണല്ലോ അല്ലേ? Your time starts now. ക്ലൂ വേഗം എടുക്കൂ. പൊടി. മീര ജാസ്മിൻ ഭാവന. ഓക്കെ ശരി. ഓക്കെ, ഉത്തരം ശരിയാണ്. പോലെ ഇവിടെ നിന്ന് മോളൊന്ന് പാടി കേൾപ്പിച്ചേ. കറുപ്പിനഴക് ഓ വെളുപ്പിനഴക് പുലരിയിലെ പനിമലരിൻ 17 അഴകാണ്. അസലായിട്ടുണ്ട്. ഒരു മിനിറ്റ്. നേരത്തെ കാണിച്ചത് ആക്ഷൻ വെച്ചൊന്ന് പാടി കേൾപ്പിക്കും. ഞാൻ ഒന്ന് കാണട്ടെ. കറുപ്പിനഴക്. പിന്നെ വെളുപ്പ് തപ്പാണ്. എന്നിട്ടൊന്നും കിട്ടിയില്ല. എന്നിട്ട് എനിവേസ് അസലായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. 1000 പോയിന്റ്സ് ആണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് ഡയമണ്ട് ടീമിന്. താങ്ക് യു സോ മച്ച് വീണ. ഈ ഘട്ടത്തിന്റെ ഒന്നാമത്തെ സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സെഗ്മെന്റിലേക്ക് മത്സരിക്കുന്നത് ദമ്പതികളാണ്. ശ്രീമാനോ ശ്രീമതിയോ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. അഭിനയിക്കാൻ ആർക്കാണ് കൂടുതൽ കഴിവെന്ന് നിങ്ങൾ തമ്മിൽ തീരുമാനിക്കുക. എന്നിട്ട് ആരാന്ന് വെച്ചാൽ വരിക. ഞാൻ ഈ 4 കാർഡുകളിൽ നിന്നും നിങ്ങൾക്കുള്ള പേരുകൾ, സിനിമാ പേരുകൾ നിങ്ങൾ ചൂസ് ചെയ്യണം. അഭിനയിക്കേണ്ട ആൾ അത് അഭിനയിച്ച് കാണിക്കണം. ക്ലൂ ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, കുട്ടികളല്ലല്ലോ, വലിയ ആൾക്കാരല്ലേ. അപ്പൊ നിങ്ങൾക്ക് ക്ലൂവിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ആരാണ് ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുക നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. പ്ലീസ് കം. ശരിയായോ എല്ലാരും? ആദ്യത്തെ അവസരം കോറൽ ടീമിലെ എൽസ തോമസ് മാഡത്തിനാണ്. വരൂ മാഡം.
കാർഡുകളിൽ നിന്നും മാഡത്തിന്റെ ലക്കി സിനിമ പേര് തിരഞ്ഞെടുത്തോളൂ. മനസ്സിലായോ? കരുങ്ങുന്നോളൂ, സംസാരിക്കാൻ പാടില്ല. പേര് പറയാൻ ഒഴിച്ച് ബാക്കി എന്തിനു വേണമെങ്കിലും ചുണ്ടനക്കാൻ കുഴപ്പമില്ല. റെഡിയാണല്ലോ അല്ലേ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. രണ്ടാമത് എടുത്തിട്ട് വയ്ക്കാണ്. വേഗം പറഞ്ഞ സമയമില്ല. വാക്കിൽ എന്തെങ്കിലും കാണിക്കൂ. ആ സിനിമയിൽ ഒരു ഗാനമാണ് അഭിനയിച്ച് കാണിക്കുന്നത്. വേഗം വേഗം. എന്താ പറയൂ പറയൂ. ഉറക്കെ പറയൂ. ഈ പറക്കുന്തളിക. അയ്യോ അല്ല. ടൈം ഇസ് അപ്പ്. ഈ പറക്കും തളിക ആണോ മാഡം? മാഡം തന്നെ പറയും എന്താണെന്ന്. അനിയത്തിപ്രാവ്. അനിയത്തിപ്രാവ്. അനിയത്തിപ്രാവാണ് കാർഡിലുണ്ടായിരുന്ന പേര്. എന്തായാലും താങ്ക് യു സോ മച്ച്. പോയിന്റ്സ് ഒന്നും ലഭിക്കുന്നില്ല. അടുത്തത് റൂബിയുടെ നായകനാണ്. വരൂ വരൂ വരൂ. ജീവൻ അല്ലേ? ശരി, റെഡിയാണല്ലോ അല്ലേ? ഒരു സിനിമ പേര് തിരഞ്ഞെടുത്തോളൂ. ചുണ്ടനക്കരുത്, ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. റെഡിയാണോ? റെഡിയാണോ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു വടക്കൻ വീരഗാഥ. ഉറക്കെ പറയൂ. ഒരു വടക്കൻ വീരഗാഥ. ഒരു വടക്കൻ വീരഗാഥ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. റൂബി ടീമിന് 1000 പോയിന്റ്സ് ലഭിക്കുന്നു. അടുത്തതോടെ മത്സരിക്കാൻ വരുന്നത് എംറാൾ ടീമിൽ നിന്ന് അരുൺ ഷമീമാണ്. വരൂ അരുൺ. എടുത്തോളൂ. കണ്ട ചിത്രമാണോ? ശരി, റെഡിയാകുമ്പോ പറയാ. റെഡിയാണല്ലോ അല്ലേ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു മിനിറ്റ് സമയമുള്ളൂ. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പറയൂ. കളിവീട്. കളിവീടാണോ പറഞ്ഞിരിക്കുന്നത്? സമയം കുറച്ച് സമയം കൊണ്ടുണ്ട്. വേഗം പറഞ്ഞോളൂ. മലകൾക്കപ്പുറമുള്ള വീട്. സോറി സോറി സോറി, സമയം തെറ്റിയിരിക്കുന്നു. മോൾ എന്താ പറഞ്ഞേ? മലകൾക്കപ്പുറമുള്ള വീടെന്നോ? അങ്ങനെ ഒരു സിനിമയുണ്ടോ? പറഞ്ഞോളൂ. മേലെപ്പറമ്പിൽ ആൺവീട്. ഇതാണ് മനസ്സിലായി. ഇതെന്തായിരുന്നു? അതാ മറ്റേലുള്ള അഭിനയിക്കുന്നവരുടെ സീക്വൻസ്. ആ, അങ്ങനെ വരട്ടെ. അതിൽ അഭിനയിക്കുന്ന താഴത്തോട്ടുള്ളവരുടെ സീക്വൻസ് കാണിച്ചല്ലേ? എന്തായാലും അവർക്കത് മനസ്സിലായില്ല. സാരമില്ല. താങ്ക് യു സോ മച്ച്. അടുത്തത് ഡയമണ്ട് ടീമിൽ നിന്ന് ശ്രീദേവിയാണ് വരുന്നത്. വരൂ ശ്രീദേവി. എടുത്തോളൂ. ഇപ്പോഴേ അഭിനയിച്ചു തുടങ്ങി. റെഡിയാണോ? Your time starts now.
ശരിയാണ്. അസലായിരുന്നു, അസലായിട്ട് കാണിച്ചിരുന്നു അല്ലേ? അസലായിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ കാണിച്ചേ? സ്തംഭം. സ്തംഭം. ഇത് ദീപം. ദീപം. ആശ്ചര്യം. ആശ്ചര്യം. കണ്ടോ എന്ത് ക്ലിയർ ആയിട്ടാ കാണിച്ചേ നോക്കൂ. എന്തായാലും കലക്കി. 1000 പോയിന്റ്സ് ആണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഈ ഘട്ടത്തിന്റെ ഒടുവിൽ ഏതൊക്കെ ടീമിന് എത്രയൊക്കെ പോയിന്റ്സ് ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള.